ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു കഫ്താൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ നമുക്ക് ഓൾറെഡി കസ്റ്റമർ തന്നെ കൊടുന്ന് തന്നതാണ് കേട്ടോ. മെറ്റീരിയലും അവർ അളവ് ഡ്രസ്സും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മോഡലും തന്നിട്ടുണ്ട്. ഈ ഒരു സെയിം മോഡൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2.5 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കേണ്ടി വരുന്നത്. അതിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. 2.5 മീറ്റർ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ചുരിദാറിൻ്റെ ഒക്കെ ഒരു ലെങ്ത്തിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് കാണിക്കാം. ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ, പ്രിൻറ്റഡ് മെറ്റീരിയലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സൈഡിലേക്ക് ഓപ്പൺ വരുന്ന വിധത്തിൽ തുണി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് ഇതാ നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് 2 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ മോഡലാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യാനാണ് നമ്മൾ ഈ 2 ഇഞ്ചോ 1.5 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഈ സെയിം അളവിൽ തന്നെയാണല്ലോ ചെയ്യാനുള്ളത്. പിന്നെ കഫ്താനായതുകൊണ്ട് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് അങ്ങനെയൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ലൂസുള്ള ഡ്രസ്സാണല്ലോ, ടൈറ്റ് ഫിറ്റായിട്ട് കിടക്കേണ്ടതല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസിൽ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അടിഭാഗത്ത് ഇതാ ഇതുപോലെ യു ഷേപ്പൊക്കെ വരുന്നുണ്ട്, സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ, ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട് സൈഡ് ഓപ്പൺ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ഓരോ ഇഞ്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള, മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള തുമ്പിട്ട് കൊടുത്തിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് നെക്ക് നമ്മൾ കോളറാണ് കേട്ടോ കൊടുക്കുന്നത്. നമ്മുടെ യൂണിഫോമിൻ്റെ കോളറൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കോളറാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ആ 2.5 ഇഞ്ചിൻ്റെ അവിടുന്ന് ആ 2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ നമ്മൾ, ആ 2 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ നെക്കിൻ്റെ വിട്തൊക്കെ മാർക്ക് ചെയ്യാനായിട്ട്. വിട്ട് ഞാൻ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ലെങ്ത്ത് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ, നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ കേട്ടോ. പിന്നെ നമ്മളിതാ വിട്ട് മാർക്ക് ചെയ്യണ എന്താ പറയുക, ഫസ്റ്റിൽ തന്നെ നമ്മൾ 1 ഇഞ്ച് നമ്മളിതാ ഈ കട്ട് ചെയ്യണ ഭാഗത്ത് 1 ഇഞ്ച് സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളിതാ മേലേക്ക് ഇതുപോലെ വി ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. കോളറാണല്ലോ. അപ്പോൾ യൂണിഫോമിൻ്റെ ഒക്കെ കോട്ടുമ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, അങ്ങനത്തെ ഒരു മോഡലാണ്. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ മനസ്സിലാവും കേട്ടോ ഇതെങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് മാർക്ക് ചെയ്തത് അങ്ങനെ കാണുന്നില്ല, അതാണ് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവാത്തത്. ഇതിൻ്റെ സൈഡിലൊരു സ്ലിറ്റ് വരുന്നുണ്ട് പറഞ്ഞല്ലോ, ആ സ്ലിറ്റിൻ്റെ ഒരു കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് കട്ട് ചെയ്യണം. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് നമ്മളിതാ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ, 2 മടക്കാക്കിയിട്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ ഫ്രണ്ട് പീസ്, അത് ഇതിൻ്റെ മുകളിലിട്ടിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ആ 2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, 1.5-2 ഇഞ്ച് നമ്മൾ ബട്ടൺസിൻ്റെ ഇതിന് കൊടുത്തില്ലേ, അത് നമ്മൾ ഇങ്ങോട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗത്തുനിന്ന് വേണം കേട്ടോ ഇതിൻ്റെ അളവ് കറക്റ്റാക്കി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഇതിൻ്റെ സ്ലീവ് നമുക്ക് എക്സ്ട്രാ വരുന്നില്ലല്ലോ, ഇതിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ സ്ലീവ്. അപ്പോൾ അതിൻ്റെ എൻ്റെ ഭാഗത്തായിട്ടൊരു പട്ട കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇഞ്ചോ വീതിയിൽ ഒരു പട്ട കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള പീസ് ഞാൻ കട്ട് ചെയ്യാണ് കേട്ടോ 2 കൈക്കും വേണ്ടിയിട്ട്. അപ്പോൾ തുണിമേൽ തന്നെ നമുക്ക് കിട്ടും, നമ്മൾ ആ ഒരു ബോഡി പാർട്ടിൽ തന്നെ കൈയുടെ ലെങ്ത്ത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പട്ടയുടെ ആവശ്യമില്ല കേട്ടോ. ആ തുണിയിൽ കിട്ടാത്തത് കൊണ്ട് ലെങ്ത്ത് കുറവായതുകൊണ്ട് ഞാൻ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അങ്ങനെ ലെങ്ത്ത് കുറവുണ്ടായിരുന്നു, അതിനുള്ള പട്ട ഒരു മോഡലാക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ. ആ അളവിന് തന്ന ഡ്രസ്സിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നെക്ക് ഇതാ ഈ സ്ട്രെയിറ്റിൻ്റെ ആ കോൺ ഭാഗം ഉണ്ടല്ലോ, ആ കോൺ ഭാഗത്തായിട്ട് നമ്മളൊരു കട്ടിട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു സ്ട്രെയിറ്റ് കട്ടുണ്ടല്ലോ അത് മാത്രം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക. ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ആ ബട്ടൺസിൻ്റെ എക്സ്ട്രാ ഇട്ട 1.5 ഇഞ്ച് പീസ് ഉണ്ടല്ലോ, 1.5-2 ഇഞ്ച് നമ്മൾ ഇട്ട് കൊടുത്തത്, അതിന് നമ്മൾ ഉള്ളു ഭാഗത്ത് കണ്ടാവും ഇതുപോലെ മടക്കിയിട്ട് ആ 1 ഇഞ്ച് ഇട്ടില്ലേ, ആ 1 ഇഞ്ചിനെ മാത്രം നമ്മൾ കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അതിൻ്റെ ആ ഒരു കോൺ ഭാഗമൊക്കെ നല്ല ഫിനിഷാക്കുക കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നമ്മളിത് സ്ട്രെയിറ്റ് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ ബട്ടൺസിൻ്റെ ഒരു സംഭവം, അപ്പോൾ അതിനെ ഇതുപോലെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ യൂണിഫോമിൻ്റെ കോട്ടുമ്മലൊക്കെ നോക്കിയാൽ ഈ ഒരു സ്റ്റിച്ച് മനസ്സിലാവും എങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടിലെ ഒരു സൈഡാണല്ലോ, ഇതിപ്പോൾ ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡാണ്. ഇനി ഇതുപോലെ തന്നെ റൈറ്റ് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ 2 ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാൻ ബാക്ക് പീസ് അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബാക്ക് പീസിൻ്റെ മുകളിൽ
നമ്മൾ ഫ്രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജോയിൻ ചെയ്യണം ഷോൾഡർ. അപ്പോൾ കൈയോട് കൂടിയിട്ട് ഉള്ള മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തിരിക്കണത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഇത്രയും അധികം ഉള്ളത്. ഷോൾഡറും സ്ലീവൊക്കെ ഒരുമിച്ചല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിലെ നെക്ക് 1 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുള്ളത്. ബാക്കിലെ നെക്ക് 1 ഇഞ്ച് ലെങ്ത്താണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ കോളറായത് കേട്ടോ. ഇനി നമ്മളിതിൻ്റെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യാണ്, സ്ലീവിൻ്റെ പട്ട സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഉൾഭാഗത്താണ് ഈ പട്ട വെച്ച് കൊടുക്കുന്നത്. ഉള്ളിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നല്ല വശത്തേക്ക് മറിച്ചിട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വീതി ഇപ്പോൾ നമുക്ക് 1.5 ഇഞ്ചാണ് ഇതിന് കൈ കുറവുള്ളത്. അപ്പോൾ 1.5 ഇഞ്ചിനുള്ള പീസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് പീസ് വേണം വീതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഐഡിയ പോലെ മെറ്റീരിയലിൻ്റെ ഇതിനനുസരിച്ചും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1.5 ഇഞ്ചാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളത് തോന്നുന്നു കേട്ടോ. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എന്താ വെച്ചാൽ ഇതിന് മെഷർമെൻറ്റ്സ് ഒന്നും കുറേ മുന്നേ ചെയ്ത ഡ്രസ്സായതുകൊണ്ട് എനിക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഇടാൻ കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല. പിന്നെ വീഡിയോയിൽ നോക്കുമ്പോൾ അത്രയ്ക്കാണ് മനസ്സിലാവുന്നില്ല. അതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവിൻ്റെ പട്ട അതിന് മുകളിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ 2 സ്ലീവും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കോളറിൻ്റെ മെഷർമെൻറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതാ 1 ഇഞ്ച് ഇവിടെ കവർ ചെയ്തില്ലേ, അതിൻ്റെ ഇപ്പുറത്തുനിന്ന് വേണം കേട്ടോ നമ്മൾ ഇതിൻ്റെ കോളർ റൗണ്ട് എടുക്കാൻ. അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും എല്ലാം ഷോൾഡർ ജോയിൻ ചെയ്തതും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മൊത്തത്തിൽ നമുക്കിതിൻ്റെ എത്ര കോളർ വെട്ടണം എന്നുള്ളതാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ അളവെടുക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് 2 ഭാഗത്തും കവർ ചെയ്തിട്ടുണ്ടല്ലോ ഫ്രണ്ടിലെ, ആ 1 ഇഞ്ച് വിട്ടിട്ട് ബാക്കി വേണം കേട്ടോ നമ്മൾ കോളറിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. നമ്മൾ ക്യാൻവാസ് പീസ് ഇതുപോലെ 2ആക്കി മടക്കിയിടുക കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കിട്ടിയത് ആ ഒരു അളന്നത് അതിൻ്റെ പകുതി ഇവിടെ വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് 22 അത് 21 20 എത്ര എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിൻ്റെ പകുതി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 മടക്കാണല്ലോ. അപ്പോൾ അതിൻ്റെ പകുതി കൊടുത്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ഒരു വരച്ച് കൊടുക്കുക, ലൈൻ വരച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ വീതി നമ്മൾ 2 ഇഞ്ചോ 2.5 ഇഞ്ചോ ഒക്കെയാണ് കൊടുത്തേക്കണത് തോന്നുന്നു കേട്ടോ. അധികം വീതി വേണ്ട. എന്നിട്ട് മേലെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുക കേട്ടോ. ആ അറ്റത്തേക്ക് ഈ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അവിടുന്ന് 1/2 ഇഞ്ച് ഷേപ്പ് അതിലേക്ക് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ 1/2 ഇഞ്ചിൽ നിന്ന് നമ്മളിതാ ആ മൂലഭാഗത്തേക്കായിട്ട് ഇതുപോലെ കർവ് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. അതാ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്തത്. പിന്നെ മേലെ നിന്ന് അടിയിലത്തെ വരയിലേക്ക് ഒരു 1/4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കിയിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. 1/4 ഇഞ്ച് മതി മേലത്തെ മൂലഭാഗത്തു നിന്ന് ആ വരണ്ടല്ലോ അവിടുന്ന് താഴത്തെ വരയിലേക്ക് കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഷർട്ടിൻ്റെ കോളർ ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. ഷർട്ടിൻ്റെ കോളർ പോലല്ല, യൂണിഫോമിൻ്റെ ഒക്കെ കോളർ ഉണ്ടല്ലോ, കോട്ടിൻ്റെ ഒക്കെ ആ ഒരു മോഡലാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആ 1/4 ഇഞ്ചിന് നമുക്ക് മേലേക്ക് ഷേപ്പാക്കി വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ളൂ. നമ്മൾ ഒറ്റ പീസിലാണ് ഈ ഒരു കോളർ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ക്യാൻവാസ് ഇതിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയലിൻ്റെ ഉൾവശത്താണ് കേട്ടോ ഒട്ടിക്കുക. എന്നിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വീതി തുണി ഇട്ടതിന് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മടക്കി തയ്ക്കാനുള്ള തുമ്പ് ഇട്ടതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇത് ഒട്ടിക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അടിഭാഗമാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ മടക്കിയത്. ഷേപ്പ് കൊടുത്ത ഭാഗമല്ല, അടിഭാഗമാണ് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്തത്. ഇനി നമ്മൾ ഇതിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ വേറൊരു മെറ്റീരിയലിന് നല്ല വശത്ത് ഈ മെറ്റീരിയലിന് നല്ല വശം ചേർത്തിട്ട് കൊടുക്കുക. എന്നിട്ട് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ എത്രയാണ് തുമ്പ് കൊടുക്കുന്നത് അതിനനുസരിച്ച് തുണി അവിടെ വിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ക്യാൻവാസുമ്പോൾ തട്ടാതെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്ത് വരികയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് അടിയിലിടണത് മറക്കരുത് കേട്ടോ. ഈ ഒരു ക്യാൻവാസിൻ്റെ മടക്കി തയ്ച്ചതിൻ്റെ സൈഡിലെ മറ്റേ പീസിന് നമ്മൾ ഇതുപോലെ ഇത് നോക്കി മനസ്സിലാവും, അതിടാൻ മറക്കരുത് കേട്ടോ. നമുക്ക് കോളർ ടോപ്പിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള തുമ്പാണ് നമ്മളവിടെ വിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതാ ഒരു 1/4 ഇഞ്ച് തുമ്പ് അവിടെ ഇട്ടിട്ട് ബാക്കി മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ.
അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ കോളറിന് നെക്കിനൊക്കെ കട്ട് ചെയ്ത് കൊടുക്കൂലേ, അതുപോലെ കോളറിൻ്റെ ഈ കോൺ ഭാഗത്തൊക്കെ ആയിട്ട് കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് മറിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഇതാ ഇതിൻ്റെ നല്ല വശം മറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ഇതാ മറിച്ചെടുത്തിട്ട് നമ്മൾ കത്രിക അല്ലെങ്കിൽ പെൻസിലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു മൂലഭാഗം ഇങ്ങനെ കോണ് നന്നായിട്ട് ഫിനിഷാക്കി എടുക്കുക. ഇനി നമ്മൾ രണ്ട് ഭാഗം അങ്ങനെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഇനി നമ്മളിതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക. ചെയ്യണമെന്ന് വെച്ചാൽ സെൻറ്ററിലായിട്ട് കേട്ടോ ജസ്റ്റ് നീളത്തിലൊരു സ്റ്റിച്ച് കൊടുക്കുക. അതെന്തിനാന്ന് വെച്ചാൽ ആ തുണി അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി പോവാതിരിക്കാനാണ് കേട്ടോ. കവർ ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ അത്. എന്നിട്ട് ഇതാ സെൻറ്റർ ഭാഗത്തൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക കേട്ടോ, സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതാ ഈ 1 ഇഞ്ച് അവിടെ എക്സ്ട്രാ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് നമ്മൾ ഈ കോളറിനെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നല്ല വശത്താണ് ഇപ്പോൾ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ മടക്കി തയ്ച്ച ഭാഗം ഈ മേലെ ഉണ്ട് കേട്ടോ, ക്യാൻവാസ് ഒട്ടിച്ചത് നമ്മളിതാ മേലെയാണ്. മറ്റേ കവർ ചെയ്ത പീസ് ഉണ്ടല്ലോ, ക്യാൻവാസ് ഇല്ലാത്ത പീസ് കോളറിൻ്റെ, അതാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ നെക്കിൽ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ നെക്കിൽ നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കാത്ത പീസിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അത് മറക്കണ്ട, അത് ടോപ്പിൻ്റെ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മളിതാ ടോപ്പിൻ്റെ ഉൾവശം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് കോളറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത തുമ്പൊക്കെ ഉണ്ടല്ലോ, അത് കോളറിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മേലെക്കൂടെ ഇതുപോലെ ക്യാൻവാസിൻ്റെ മേലെക്കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ കോളറിൻ്റെ. ഇത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടാന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. നമ്മൾ ചെയ്ത് നോക്കിയാൽ തന്നെ പെട്ടെന്ന് കഴിയും. ചേട്ടാ നമ്മുടെ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ വരിക. നമ്മൾ ആ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തില്ലേ, അത് ഇതുപോലെ മടക്കി വെക്കും കേട്ടോ ഫ്രണ്ടിലേക്കായിട്ട്. നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ ആ ഒരു 1 ഇഞ്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ കോളർ, നമ്മുടെ യൂണിഫോമിൻ്റെ കോളറൊക്കെ പോലെ. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മൾ ഓപ്പൺ മോഡലാണ്, പക്ഷെ ഇവിടെ ക്ലോസ് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മളിത് ഓപ്പൺ ആക്കിയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ആക്കി ഇടുക, കുഴപ്പമില്ല കേട്ടോ. അത് ബട്ടൺസ് അതിൻ്റെ ബട്ടൺ ഹോളൊക്കെ അടിക്കണം എന്നുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഓപ്പൺ മോഡലാണ്, പക്ഷേ ക്ലോസ് ചെയ്തിട്ട് ഷോ ബട്ടൺസ് വെറുതെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആ ഒരു മടക്കൊക്കെ വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. 1 ഇഞ്ചൊക്കെ എക്സ്ട്രാ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക, അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിഭാഗത്തായിട്ട് ഓപ്പൺ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 ഇഞ്ചൊക്കെ വെറുതെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും ക്ലോസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന്മേൽ നമ്മുടെ സ്ലീവാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത്, ഷേപ്പാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഇത്രേ ഉള്ളൂ കേട്ടോ. അത് സിമ്പിളാണ് ചെയ്യാൻ. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് കുറേ പണിയുണ്ടെന്ന് തോന്നും, പക്ഷേ ഇത് സിമ്പിളാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സ്ലീവൊക്കെ ഞാൻ ഓരോ ഇഞ്ചാണ് സീം അലവൻസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ ജസ്റ്റ് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോവുക. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പ് ഇതിൻ്റെ ഷേപ്പിൻ്റെ അവിടെ ഇത്ര ടൈറ്റ് അങ്ങനെയൊന്നുമില്ല, ഇത്ര മെഷർമെൻറ്റ് എന്നൊന്നുമില്ല. നമുക്ക് എത്രയാണ് തയ്യൽ തുമ്പ് ഉണ്ട് അതാണ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഇവിടെ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് യു ഷേപ്പാണല്ലോ അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇത് മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഒരു മടക്ക് കൊടുത്തിട്ട് ഫുള്ള് റൗണ്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അല്ലാതെ 2 മടക്ക് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണ്ട. അപ്പോൾ എന്തായാലും അവിടെ പിരിഞ്ഞിട്ടാവട്ടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് 1/4 ഇഞ്ച് വീതിയിൽ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ സ്ലിറ്റിൻ്റെ അവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ ഒരു കർവാണ് കേട്ടോ, യു ഷേപ്പാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഒരു മടക്ക് മടക്കിയിട്ട് ഒരു ഭാഗം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഒരു സ്ലിറ്റിൻ്റെ അവിടുന്ന് മറ്റേ സ്ലിറ്റ് വരെ. അതുപോലെ തന്നെ അപ്പുറത്തെ സ്ലിറ്റും സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ അടുത്ത സ്ലിറ്റിൻ്റെ അവിടെ നമ്മൾ ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു ഭാഗവും ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഓരോ മടക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും ഒരു മടക്കും കൂടെ സ്റ്റിച്ച് ചെയ്യാം. അതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് കഴിയും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഒരുപാട് കട്ടിങ്ങോ സ്ലീവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്.
ഇനി ഇതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയിട്ട്. ഇതേപോലെ ഒരു ഡ്രസ്സും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.